100 ഒന്നും വരുന്നില്ല. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അഫോർഡബിൾ മേക്കപ്പ് പ്രോഡക്ട്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. മെയിൻലി ഞാനത് ഫോക്കസ് ചെയ്ത് നമുക്ക് സിംപ്ലി എങ്ങനെ മേക്കപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടും അഫോർഡബിളായിട്ട് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്ത് പ്രോഡക്ട്സ് മേടിക്കാം ആൻഡ് യു ക്യാൻ ലുക്ക് ഗുഡ് വിത്ത് ദാറ്റ് സിമ്പിൾ തിങ്സ്. അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പ്രോഡക്ട്സ് ഓർഗാനിക് അല്ല, കെമിക്കൽ പ്രോഡക്ട്സ് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, ഇത്രയും നമുക്ക് അഫോർഡബിൾ ആയിട്ട് അണ്ടർ 100 റുപ്പീസിന് നമുക്ക് കിട്ടണമെങ്കിൽ ഇത്രയും ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് വേറെ ഇല്ല. അതിനകത്ത് നാച്ചുറൽ കെമിക്കൽ പ്രോഡക്ട്സ് തന്നെയാണ്, ബട്ട് ഓൾമോസ്റ്റ് എല്ലാ സാധാരണക്കാരും യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സുമാണ്. ഓക്കെ, ഈ പറയുന്ന പ്രോഡക്ട്സ് സുലഭമായിട്ട് ഏതൊരു സ്റ്റോറിലും കിട്ടും, പ്ലസ് ഓൺലൈൻ ആണെങ്കിൽ അതും കിട്ടും. പിന്നെ ചില ഷോപ്സിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എല്ലാ ഷെയ്ഡ്സും ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കത്തില്ല, ചില ഷെയ്ഡ്സ് മാത്രമേ അവൈലബിൾ ആയിരിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഓപ്ഷൻസിലോട്ട് പോകേണ്ടി വരും. മറ്റേ ഷെയ്ഡുള്ള BB ക്രീം ആൻഡ് CC ക്രീം അങ്ങനെ നോക്കണം കേട്ടോ. സോ അങ്ങനെയുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരാം. ഇന്നത്തേൽ ഇപ്പോൾ അതില്ല, ഇന്നത്തേൽ ഷെയ്ഡ്സുള്ള ഇതാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും നോക്കുവാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ഇൻ കേസ് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അങ്ങനെ ഷെയ്ഡ്സ് കിട്ടും. എനിക്ക് തോന്നുന്നു പോത്തീസ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മോളിലൊക്കെ പോവുകയാണെങ്കിൽ എല്ലാ ഷെയ്ഡ്സും ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. ബട്ട് ഞാൻ ഇപ്പോൾ മേടിച്ച രാമന്ത്രിന്നാണ്. രാമന്ത്രിയിൽ ഞാൻ തിരുമല രാമേന്ദ്രനാണ് മേടിച്ചത്. കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് പോകാൻ എളുപ്പമായിരുന്നു. ഞാൻ ആക്ച്വലി ഇത് മേടിച്ചത് എനിക്ക് വേണ്ടിയിട്ടല്ല, അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. സോ കാരണം അമ്മയ്ക്കൊക്കെ ലൈറ്റ് പ്രോഡക്ട്സ് മതി, ഒരുപാട് സംഭവം. അപ്പോൾ നമുക്ക് ചെറിയ ലൈക്ക് മേക്കപ്പ് ചെയ്യാണ്ട് തന്നെ ചെയ്തൊരു എഫക്റ്റ് കിട്ടാനുള്ള സംഭവം. അപ്പോൾ അതുകൊണ്ടാണ് ഫൗണ്ടേഷൻ അതിലോട്ടൊന്നും പോകാണ്ട് ഈ ഒരു ഇത് മേടിക്കാൻ ഞാൻ തന്നെയാണ് പറഞ്ഞത്. സോ അങ്ങനെ ഞാൻ പോയി മേടിച്ചതാണ്. അമ്മ ആക്ച്വലി ഫെയർ സ്കിൻ ടോൺ ആണ്. സോ ഫെയർ സ്കിൻ ടോൺ ഉള്ള പ്രോഡക്ട്സാണ് ഞാനിന്ന് മേടിച്ചത്. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ട്രൈ ചെയ്ത് കാണിച്ച് തന്നാലും അത് എനിക്ക് തോന്നുന്നില്ല എഫക്റ്റീവ് ആവുന്നു. കാരണം എൻ്റെ സ്കിൻ ടോൺ ഞാൻ പറഞ്ഞില്ല, മീഡിയമാണ്. അപ്പോൾ എനിക്ക് ഇടുമ്പോൾ ചിലപ്പം മറ്റിങ്ങനെ നിൽക്കും, അതുകൊണ്ടാണ്. ഓക്കെ, എനിവേസ്. സോ ഇന്ന് ഞാൻ പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ബ്രാൻഡാണ്. ഫസ്റ്റ് തിങ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈസ് ദിസ്. ഓൾമോസ്റ്റ് എല്ലാവരുടെ വീട്ടിലും ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കും, ഉള്ള ബ്രാൻഡ് ആയിരിക്കും. ഇതിൽ തന്നെ മോയ്സ്ചറൈസറും അല്ലെങ്കിൽ വേറെ ക്രീമും ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. യെസ്, പോൺസ് ആണ്. പോൺസിൻ്റെ BB ക്രീമാണ് ഞാൻ ഈ മേടിച്ചിരിക്കുന്നത്. ആൻഡ് ഇത് ഐ തിങ്ക് 165 റുപ്പീസാണ്. 9.17 ഗ്രാമാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഫോർ 165 റുപ്പീസ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ടോക്സിക് ഹാർഷ് കെമിക്കൽസ് ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ്. കാരണം ഇതിലിപ്പോൾ ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ ഡൈസോഡിയം ADTA, ദെൻ പിന്നെ കുറച്ച് ന്യൂട്രൽ കെമിക്കൽസും ഉണ്ട് ഇതിൽ, ലൈക്ക് ഫിനോക്സി എത്തനോൾ, ഡൈമെത്തിക്കോൺ, സൈക്ലോപെൻറ്റെക്സിലോക്സെയിൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട്. അതിൽ ഈ EDTA എന്ന് പറയുന്നത് ഏറ്റവും ടോക്സിക് സാധനമാണ്. ആൻഡ് BHT, പിന്നെ പാരബൻസ്, സൾഫേറ്റ്സ്, ആ സംഭവങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കെമിക്കലാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഏറ്റവും അഫോർഡബിൾ, ഞാൻ പറഞ്ഞു അണ്ടർ 100 മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. സോ ഇത് എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനങ്ങളുമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ അഫോർഡബിൾ റേഞ്ചിൽ നോക്കുമ്പോൾ അവൈലബിൾ ഇതിലാണ് ഞാനിത് പറഞ്ഞത്. സോ പോൺസിൻ്റെ BB ക്രീമാണ് ആൻഡ് ഇറ്റ്സ് ഇൻ ഐവറി ഷെയ്ഡ്. കാരണം ഈ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ഫെയർ സ്കിൻ ടോൺ ആണ്. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് മേടിച്ചിട്ടാണ് ഇത് മേടിച്ചത്. സോ ഇതിൽ തന്നെ അവർ പറയുന്നുണ്ട് ഇറ്റ്സ് വിറ്റമിൻ എൻറിച്ച്ഡ് ക്രീം ആൻഡ് ലൈറ്റ് വെയ്റ്റ് ഫൗണ്ടേഷൻ. സോ BB ക്രീമാണ്, അപ്പോൾ ഫൗണ്ടേഷൻ അല്ല, ബട്ട് നമുക്ക് അതിൻ്റെ ഒരു ചെറിയ എഫക്റ്റ് തരും, അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് SPF 30 PA++. അപ്പോൾ ചെറിയ രീതിക്ക് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറും ഉണ്ട്. സോ ഇതൊരു മോയ്സ്ചറൈസർ പ്ലസ് ഒരു സൺസ്ക്രീൻ പ്ലസ് മേക്കപ്പിൻ്റെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾ ഇൻ 3-in-1 ആയിട്ട് നമുക്ക് ഒരു പ്രോഡക്റ്റ് മേടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് 165 രൂപയ്ക്ക്
3 പ്രോഡക്ട്സ് പോയി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ സോ ഇതാണ് എൻ്റെ ഇന്നർ പാക്കേജിങ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ തന്നെ ഇതിപ്പോൾ ഞാൻ മേടിച്ച 9 ഗ്രാംസ്, ഓൺസ് ബ്രാൻഡിൽ ഏറ്റവും ചെറുതാണ് 9 ഗ്രാംസിൻ്റെ. ഇതിൻ്റെ അടുത്തതുണ്ട് 18 ഗ്രാമോ സംതിങ്, അത് 225 ആ റേഞ്ച് എന്തോ ആണ് കേട്ടോ. സോ ഞാനിത് ഞാൻ പറഞ്ഞു അപ്പോഴേക്കും ഞാനിത് ഫസ്റ്റ് ടൈം മേടിക്കുന്നതാണ്. സോ ഇത് മേടിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് ആദ്യം അറിയണമല്ലോ, ലൈക്ക് ഷെയ്ഡ് വൈസ് ആണെങ്കിലും അല്ലാണ്ട് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതാണെങ്കിലും. അപ്പം അങ്ങനെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് മേടിക്കാമല്ലോ. ഓക്കെ സോ ഇത് ഞാനിപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇങ്ങനെയാണ് എൻ്റെ പാക്കേജിങ്. ജസ്റ്റ് ഞാൻ കാണിച്ചത്, ഞാൻ പറഞ്ഞു ഇച്ചിരി മീഡിയം സ്കിൻ ടോൺ പോലെ തന്നെ ഇരിക്കുന്നു. ഈശ്വരം നമുക്കിത് ഓക്കെ ആവില്ലേ? ഇതിപ്പോൾ എനിക്ക് ഓക്കെ ആവുന്ന കൂളുണ്ട്. വ്യത്യാസം അറിയുന്നുണ്ടോ എന്തെങ്കിലും? ഈ കണ്ണും ഇതും വെച്ച് നോക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ചെറിയൊരു കവറേജ് ഉണ്ട്. ഡീപ്പ് ക്യാമറയിൽ എത്രത്തോളം വിസിബിളാണെന്ന് എനിക്കറിയാം. ഈ പോർഷനും ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു കുറച്ചേ എടുത്തുള്ളൂ, കുറച്ചുകൂടി എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. സോ ദിസ് ഈസ് ഗുഡ് ഐ ഗസ്. ഇതിപ്പോൾ എനിക്കാണെങ്കിലും മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഇതെനിക്ക് പോൺസിൻ്റെ 2 ഷെയ്ഡാണ് വരുന്നത്. ഒന്ന് ഐവറി, അതാണ് ഈ ഇരിക്കുന്നത്. ദെൻ കംസ് നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ് ഉണ്ട് കേട്ടോ. അത് കുറച്ചുകൂടി മീഡിയമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് മേടിക്കുകയാണെങ്കിൽ ലൈക്ക് അത് ആയിരിക്കും ഒത്തു പോകുന്നതെന്ന്. ബട്ട് ദിസ് ഇസ് ഓൾസോ ഗുഡ്. ഡിഫറൻസ് കാണുന്നില്ലേ? പക്ഷേ ഇതിനേക്കാളും റേറ്റ് കുറഞ്ഞതുകൊണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു 9 ഗ്രാംസ് 165 ആണ്. ഫെയർ ആൻഡ് ലവ്ലിയുടെ BB ക്രീം എനിക്ക് അതും ഒരു ഷെയ്ഡോ 2 ഷെയ്ഡോ കൊണ്ടാണെന്ന് തോന്നുന്നു. അത് വന്നിട്ട് 9 ഗ്രാംസ് 50 റുപ്പീസേ ഉള്ളൂ, 49 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യുന്നവർക്ക് അതും ട്രൈ ചെയ്യാം, പെട്ടെന്ന് നമുക്കൊന്ന് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എനിക്കിത് ചെറിയ ഡിഫറൻസ് ഒന്നുമില്ല. ഞാനിപ്പോൾ എനിക്ക് ഇതിൽ വലിയ ഇച്ചിരി കൂടി ഓക്കെ ആയിട്ടായിരുന്നു. ഞാനൊന്ന് മിററിൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി ഒരു വൈറ്റിഷ് തോന്നുന്നുണ്ട്. ബട്ട് മേ ബി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഓക്സിഡൈസ് ആയി പോകും. അപ്പോൾ ഇതിട്ടാലും കുഴപ്പമില്ല. ലാക്മേ, ഫെയർ ആൻഡ് ലവ്ലി, ഗാർണിയർ ഇതിനെല്ലാം BB ക്രീംസ് ഉണ്ട്. ഐ തിങ്ക് CC ക്രീം ലാക്മേക്ക് മാത്രമേ ഉള്ളൂ ഇതിൽ. ലാക്മേയുടെ BB ക്രീം ഞാൻ വലിയ കേട്ടില്ല. അപ്പാർട്ട് ഫ്രം കെമിക്കൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും ദിസ് ഇസ് ഗുഡ്. കാരണം നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്, നമുക്ക് ചെറിയൊരു കവറേജ് കിട്ടുന്നുണ്ട്. ഓക്കെ സോ കമ്മിങ് ബാക്ക് ടു നെക്സ്റ്റ് പ്രോഡക്റ്റ്. ലാക്മേയുടെ 9 to 5 CC ക്രീമാണ് ഞാൻ മേടിച്ചത്. കോംപ്ലക്ഷൻ കെയർ ക്രീം, അതാണ് ഇതിൽ CC കൊടുത്തിരിക്കുന്നത്. CC4 കോംപ്ലക്ഷൻ കെയർ ക്രീം, സ്കിൻ സ്റ്റൈൽ കളക്ഷൻ. ആൻഡ് ഇതിലും SPF 30 PA++ അടങ്ങിയിട്ടുണ്ട്. സോ സ്കിൻ കെയർ ഓർ മേക്കപ്പ് ഇറ്റ്സ് ബോത്ത് എന്ന് പറഞ്ഞിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ എനിവേസ് അപ്പം ഇതിൽ ഇൻഗ്രീഡിയൻസ് പറയുന്നില്ല, ബട്ട് ഐ എം ഷുവർ ഇതും ഉറപ്പായിട്ടും കെമിക്കൽ തന്നെയാണ്. സോ ഇതും അപ്ലൈ ഈവൻലി ഓൺ എ ക്ലീൻ ഫേസ്, ബ്ലെൻഡ് വെൽ ടു ഗെറ്റ് മേക്കപ്പ് ലൈക്ക് ഫ്ലോലെസ് ഫിനിഷ്. ഡീറ്റെയിൽസ് കണ്ടിട്ട് ഇതിൽ വയ്ക്കുന്നു അതുപോലെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ ഇതിൽ അവർ ഡാർക്ക് സ്പോട്ട്സും ഡാർക്ക് സർക്കിൾസും ഒക്കെ കവർ ചെയ്യും, ഇൻസ്റ്റൻ്റ്ലി ബ്രൈറ്റൻ അപ്പ് ചെയ്യും, ഈവൻ ഔട്ട് ചെയ്യും. നിങ്ങളുടെ ഒരു സെക്കൻഡ് സ്കിന്നിലേക്ക് മാത്രമേ ഫീൽ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഇസ് വെരി കറക്റ്റ്. പക്ഷേ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കവർ ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഐ ഡോണ്ട് തിങ്ക് സോ. ഞാൻ പറഞ്ഞല്ലോ, കാരണം BB ക്രീമാണ് ചെറിയ കവറേജ് കിട്ടത്തുള്ളൂ. ദിസ് ഓൾസോ ഇതിനേക്കാളും കുറച്ചുകൂടെ കവറേജ് കിട്ടും. ഇത് 4 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ബീച്ച്, ഹണി, ബ്രൗൺസ് ആൻഡ് ആൽമണ്ട്. ഇതിൽ ഐവറി ആൻഡ് നാച്ചുറൽ ആണ് കേട്ടോ ഷെയ്ഡ്സ് വരുന്നത്. പോൺസിൽ ഇതിൽ 4 ഷെയ്ഡ് വരുന്നുണ്ട്. CC ക്രീമാണ്. സോ എനിക്കിതിൽ തോന്നുന്നു ഇതിലിപ്പോൾ ബീച്ചാണ് ഞാൻ എടുത്തേക്കുന്നത്, കാരണം ഏറ്റവും ഫസ്റ്റ് ഷെയ്ഡ് അതാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ലൈറ്റസ്റ്റ് ഷെയ്ഡ് ഇതായിരിക്കാം, ലൈറ്റസ്റ്റ് ഷെയ്ഡ്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇത് 9 ഗ്രാംസ് ആണ്. ഇറ്റ്സ് ഫോർ 99 റുപ്പീസ്, 100 റുപ്പീസ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് നോക്കണം എന്നുള്ളവർക്ക് BB ക്രീം അല്ലാതെ CC ക്രീം മേടിക്കണമെങ്കിൽ ഐ തിങ്ക് ട്രൈ ഔട്ട് ചെയ്യാൻ ദിസ് ഇസ് ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. 9 ഗ്രാംസ് ആണ്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഫെയർ ആൻഡ് ലവ്ലിയുടെ BB ക്രീം കിട്ടും കേട്ടോ. ഈ സൈസേ ഉള്ളൂ, 49 റുപ്പീസേ ഉള്ളൂ. സോ അത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾ അത് ട്രൈ ഔട്ട് ചെയ്ത് ഞാൻ പറഞ്ഞതാണ്. സോ യെസ്, എനിക്ക് BB ക്രീം ഐവറി ഷെയ്ഡും ഇസ് ഫൈൻ കേട്ടോ. കാരണം കേട്ടോ മേ ബി ഞാൻ പറഞ്ഞു കുറച്ചേ ഇട്ടുള്ളൂ, വളരെ കുറച്ചേ ഇട്ടുള്ളൂ. കുറച്ചുകൂടി നമുക്ക് ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം. സോ എപ്പോഴും ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ട് ഇട്ട് തുടങ്ങുക, ചെറുതായിട്ട് ഇട്ട് തുടങ്ങിയിട്ട് ബ്ലെൻഡ് ചെയ്യുക, എന്നിട്ട് നോക്കുക. കുറച്ചുകൂടെ നിങ്ങൾക്ക് വേണം കവറേജ് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഇടുക. അതാണ് എപ്പോഴും ബെറ്റർ. കാരണം കൂടി പോയാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല, കുറഞ്ഞു പോയാൽ നമുക്ക് കൂട്ടാം. ഓക്കെ സോ ഇസ് കമ്മിങ് ബാക്ക് ടു ദിസ്. ഈ ഇപ്പോൾ രാമന്തിരി പോയപ്പോഴത്തേക്കും പോൺസിൻ്റെ ഐവറി ഷെയ്ഡ് കൂടുതലുണ്ട്, നാച്ചുറൽ ഷെയ്ഡ് കുറവാണ്. അതുപോലെ ഇതിലാണെങ്കിലും ബീജും ഹണിയും മാത്രമേ ഞാൻ കൂടുതൽ കണ്ടുള്ളൂ. ഒന്നും വരുന്നില്ല. ഓക്കെ റെഡിയാണോ? യെസ്. സോ ദിസ് ഇസ് CC ക്രീമിൻ്റെ ഷെയ്ഡ്.
മറ്റേത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ, കുറച്ചുകൂടി ഇട്ട് കുറച്ചുകൂടി ഡിഫറൻസ് അറിയാം. ജസ്റ്റ് ഞാനൊന്ന് നോക്കിയതാണ്. എനിക്കിപ്പോൾ എൻ്റെ കൈ നോക്കുമ്പോൾ തന്നെ ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ട്. ഫൈൻ. സോ എനിക്ക് തോന്നുന്നു ഇച്ചിരി മീഡിയം ആയിട്ടുള്ളവർക്കും ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡാണെങ്കിലും പോവും കേട്ടോ. പിന്നെ ഒരുപാട് നമുക്ക് ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ മേ ബി മറ്റിലോട്ട് പോകണമെങ്കിൽ, ബട്ട് ഐ ഗെസ് മറ്റേലോട്ട് പോയാലും ചിലപ്പോൾ കൂടുതൽ ചിലപ്പോൾ അപ്ലൈ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കുറച്ച് ഡാർക്കായിട്ടൊക്കെ ഫീൽ ചെയ്യാം. സോ ഐ തിങ്ക് എൻ്റെ മീഡിയം സ്കിൻ ടോണൊക്കെ ഉള്ളവർക്കും ഐവറി ഷെയ്ഡാണെങ്കിലും ഇതിൽ ബേസ് ഷെയ്ഡാണെങ്കിലും ഇസ് ഫൈൻ. ഇപ്പം മറ്റതൊക്കെ കുറച്ചുകൂടി ഡാർക്ക് മീഡിയം മോർ മീഡിയം ടസ്കി സ്കിൻ ടോൺസിനായിരിക്കാം. കാരണം ഞാൻ പറഞ്ഞില്ല BB-CC ക്രീം ആയതുകൊണ്ട് ചെറിയ കവറേജ് തരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടായിരിക്കും ഇത് വരുന്നത്. സോ ഗുഡ്. നമുക്ക് ആ മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടുന്നുണ്ട്, കവറേജും കിട്ടുന്നുണ്ട് ചെറിയ രീതിയിൽ. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. കെമിക്കൽ അല്ലായിരുന്നെങ്കിൽ ഐ വുഡ് ലവ് ടു യൂസ് ദിസ്. അല്ലാണ്ട് എനിക്ക് ടെൻഷനാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ ഞാൻ പറഞ്ഞില്ല ഈ പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ്. അപ്പോൾ ഇനിയും എനിക്ക് അതിൽ റിസ്ക് എടുത്ത് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് പ്രോഡക്റ്റ് എൻ്റെ ഉള്ള ഓർഗാനിക് പ്രോഡക്റ്റ് അത് BB ക്രീം ഉണ്ട്, ഫൗണ്ടേഷൻ ഇല്ല. സോ അത് തീരാറായി. അത് ഞാൻ കല്യാണ സമയത്ത് മേടിച്ചാണ്. ആക്ച്വലി എൻ്റെ കല്യാണത്തിന് റിസപ്ഷൻ ഞാൻ സ്വന്തമായിട്ടാണ് കേട്ടോ ഒരുങ്ങിയത്. അതിന് പോലും ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കി. എൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു പേർപ്പിൾ ഡ്രസ്സ്. സോ അത് ഞാൻ തന്നെയായിരുന്നു അന്നത്തെ എൻ്റെ ബ്യൂട്ടീഷ്യൻ. ഹെയർ ജസ്റ്റ് ഓപ്പൺ ആയിട്ട് ഇട്ടിട്ട് ഒരു നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കും ആ BB ക്രീമും കണ്ണെഴുതി ജസ്റ്റ് പൗഡർ വെച്ച് സെറ്റപ്പ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഉണ്ടായിരുന്നു എൻ്റെ മേക്കപ്പ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടാണ്. സോ ദെൻ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇപ്പോൾ കാജൽ വേണം എന്നുള്ളവർക്ക് ആക്ച്വലി എനിക്ക് വേറെയും കുറച്ച് ബ്രാൻഡ്സ് പറയണം എന്നുണ്ട്. ബട്ട് ഞാൻ ഇന്ന് പോയ രാമചന്ദ്രയിൽ വേറെ ഒരു ബ്രാൻഡും ഇല്ലായിരുന്നു. ഇത് ഐടെക്സിൻ്റെ ആണ് കാജൽ, ആൻഡ് ദിസ് ഇസ് 80 rupees. ഇതും പിന്നെ ഡാസ്ലറിൻ്റെ ആയിരുന്നു അവിടെ ഇരുന്നത്. അപ്പോൾ ഡാസ്ലറിൻ്റെത് മറ്റേ റിട്രാക്റ്റബിൾ കാജലാണ്. എൻ്റെ അമ്മയ്ക്ക് അത് പറ്റത്തേ ഇല്ല. അത് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എല്ലാം കുറച്ച് ദിവസം ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒടിഞ്ഞു പോകും സാധനം ഇവിടെ. അതുകൊണ്ട് ഞാനത് വാങ്ങി ഇപ്പം നിർത്തി. അതുകൊണ്ട് ഞാൻ ഇത് മേടിച്ചു കൊടുത്തത്. ആകുമ്പോൾ ലൈക്ക് പെൻസിലേക്ക് ആയിരുന്നു. എനിക്ക് ആക്ച്വലി മറ്റേ പെൻസിൽ കട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ഇത് മേടിച്ച് കൊടുക്കണമായിരുന്നു. അപ്പോൾ അത് ലോട്ടസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ നല്ലതാണ്. കെമിക്കലാണ്, ബട്ട് സ്റ്റിൽ നല്ല പിഗ്മെൻറ്റേഷനും നല്ല ഇതുമാണ് കേട്ടോ. സോ ഇത് ഞാൻ നല്ല പിഗ്മെൻറ്റഡ് ആണ്. ഇത് ഞാൻ നേരത്തെ വരച്ച് നോക്കിയതാണ് കേട്ടോ. സ്മഡ്ജ് ആവും, ബട്ട് കംപ്ലീറ്റ്ലി പോകത്തില്ല കേട്ടോ. കണ്ടോ, കംപ്ലീറ്റ്ലി ഇങ്ങനെ മാഞ്ഞു പോകുന്നില്ല. ഇറ്റ്സ് ഗുഡ്. ഡിഫറൻസ് അറിയുന്നുണ്ടോ? 80 രൂപയുടെ ഡാസ്ലറിൻ്റെ കാജലാണ്. സോ ഇതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അണ്ടർ 100 വേറെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ലോട്ടസ് ബാക്കി കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ 100-150 റേഞ്ചിലൊക്കെയുള്ള ബാക്കി ഇതുണ്ടെങ്കിൽ അതും യൂസ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതേ കിട്ടിയുള്ളൂ എന്നുള്ളത് മേടിച്ചതാണ്. ദെൻ പൗഡർ സെറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ കോമ്പാക്റ്റിന് പകരം 65 rupees ഉള്ളൂ. സ്പിൻസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്, SPINZ. സ്പിൻസിൻ്റെ തന്നെ BB ക്രീമും ഉണ്ട്, പൗഡറും ഉണ്ട്. ഇവിടെ ഞാൻ പൗഡർ മാത്രമേ കണ്ടുള്ളൂ. 65 rupees ഉള്ളൂ. ടിൻറ്റഡ് പ്രോഡക്റ്റ് ആണ്. ആൻഡ് പോൺസിൻ്റെയും അങ്ങനത്തെ പൗഡേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ട്രാൻസ്ലൂസൻ പൗഡർ ഗോൾഡൻ ഷെയ്ഡ് ആൻഡ് പിങ്ക് ഷെയ്ഡൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ദെൻ അത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് റേഞ്ച് വരുന്നത്. ഇനി അതൊന്നും അല്ലെങ്കിൽ ഇത് കുട്ടിക്കോരയുടെ 10 രൂപയുടെ പൗഡറാണ്. ഈ സ്പിൻസും എനിക്ക് തോന്നുന്നു 10 രൂപയ്ക്ക് അവൈലബിൾ ആണ്. പക്ഷേ എല്ലായിടത്തും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓൺലൈനൊക്കെ ഉണ്ടായി ഗസ്. സോ ഇതുപോലത്തെ നിങ്ങളുടെ സാധാരണ നിങ്ങൾക്ക് കിട്ടുന്ന പൗഡർ മതി. കണ്ടോ, സെറ്റാണ്. ആ ഡിഫറൻസും നിങ്ങൾക്ക് കിട്ടും. സോ ദീസ് ആർ മോർ ദാൻ ഇനഫ്.
ഓക്കെ. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നോർമൽ പൗഡർ ആണെങ്കിലും ആ എഫക്റ്റ് കിട്ടും. ഇനി എല്ലാം നിങ്ങൾക്ക് ടിൻറ്റഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോൺസിൻ്റെയും സ്വിൻസിൻ്റെയും ഒക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലിസ്റ്റ്, കമ്മിങ് ടു ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക് ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ലിക്വിഡ് ലിപ്സ്റ്റിക് എനിക്ക് തോന്നുന്നു 100 താഴെ ഉണ്ട് കേട്ടോ. ഐ തിങ്ക് സൂഡിയോ പ്രോഡക്ട്സ് ഞാൻ പറയാൻ പറ്റും. ഈ ഓപ്ഷൻസ് പോലെ സൂഡിയോയിലും നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ആണെങ്കിലും അവിടെ നിങ്ങൾക്ക് ട്രൈ ഓൺ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ലൈക്ക് പക്ഷേ കോമ്പാക്റ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. BB ക്രീം അവിടെ BB ക്രീം ഇല്ല, ബട്ട് ടിൻറ്റഡ് മോയ്സ്ചറൈസർ ഉണ്ട്. ബട്ട് സൂഡിയോയുടെ ടിൻറ്റഡ് മോയ്സ്ചറൈസർ ജസ്റ്റ് നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഒരു ചെറിയ ഗ്ലോ മാത്രമേ തരത്തുള്ളൂ, ടിൻറ്റ് തരുന്നില്ല. സോ അത് നിങ്ങൾ കെയർഫുള്ളായിട്ട് ചൂസ് ചെയ്യണം ബ്രാൻഡ്സ്. കാരണം ചിലതൊക്കെ ആ ടിൻറ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. സോ അതും കൂടെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ. നേരത്തെ പറഞ്ഞു ടിൻറ്റഡ് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സൺസ്ക്രീൻ, ആ ഓപ്ഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് BB ക്രീം CC ക്രീം ഒന്നും വേണ്ട. ടിൻറ്റഡ് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ടിൻറ്റഡ് സൺസ്ക്രീൻ ഇടുമ്പോൾ നിങ്ങൾക്ക് സെയിം മോയ്സ്ചറൈസറിൻ്റെ എഫക്റ്റും കിട്ടി, സൺസ്ക്രീൻ്റെ എഫക്റ്റും കിട്ടി, മേക്കപ്പ് പോയി. സോ അതും ട്രൈ ചെയ്യാം. അങ്ങനെ നോക്കി. എനിക്കൊന്ന് ലാക്മേയുടെ ഒക്കെ ടിൻറ്റഡ് സൺസ്ക്രീൻ ഉണ്ട്. ഐ ഗസ് സൂഡിയോയിലുള്ളത് പ്രെറ്റി അഫോർഡബിൾ. ബാക്കിയെല്ലാം മേ ബി റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ മേ ബി ഡാസ്ലർ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ നോക്കണം. ഞാൻ ഇന്ന് ഡാസ്ലറിൻ്റെയൊക്കെ നോക്കിയപ്പോഴും 299 ഞാൻ കണ്ടത്, 199. ദെൻ മസ്കാര, ഐലൈനർ അങ്ങനത്തെ എല്ലാം ലാക്മേ ആൻഡ് ഡാസ്ലർ പിന്നെ സൂഡിയോടെല്ലാം നിങ്ങൾക്കൊരു 199 അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ റേഞ്ചിനൊക്കെ കിട്ടും. സോ അതും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ കമ്മിങ് ബാക്ക് ടു ലിപ്സ്റ്റിക് അഗെയിൻ, ഇതെനിക്ക് ഭയങ്കര അതിശയം തോന്നിയിട്ട് ഞാൻ പെട്ടെന്ന് പിക്ക് ചെയ്തതാണ്. രാമേന്ദ്രയിൽ പോയപ്പോഴത്തേക്കും കണ്ട ഒരു ലിപ്സ്റ്റിക്. അതിൻ്റെ പല ഷെയ്ഡ്സ് അവിടെ ഉണ്ട്, പക്ഷേ കൂടുതലും റെഡ് അങ്ങനെ ഷെയ്ഡാണ്. അപ്പോൾ ഞാനൊരു ഇച്ചിരി ഡാർക്കർ ഒരു മെറൂൺ ഷെയ്ഡാണ് എടുത്തത്. ആൻഡ് ദിസ് ഈസ് ജസ്റ്റ് ഫോർ 20 rupees. അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ആൻഡ് ഹൈലി പിഗ്മെൻറ്റഡ് ഗൈസ്. ഞാൻ നേരത്തെ ഇട്ട് നോക്കി, ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണിത്. സി, ഇതാണ് ആ ഷെയ്ഡ്. സി, മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. അതോ ഇത് ഞാൻ മെറൂൺ ഒരു പ്ലമ്മിഷ് ഷെയ്ഡെന്ന് കണ്ടാണ് എടുത്തത്. ഐ ലവ് ദാറ്റ് കൈൻഡ് ഓഫ് ഷെയ്ഡ്സ്. പക്ഷേ കുറച്ചുകൂടി റെഡ് ഷെയ്ഡ് തോന്നുന്നുണ്ട്. അതിന് സിൻസ് 20 rupees ഉള്ളതുകൊണ്ട് ഇറ്റ്സ് പ്രെറ്റി അഫോർഡബിൾ. അങ്ങനെ എടുത്തതാണ്. സോ അപ്പോൾ മേക്കപ്പ് വൈസ് ഞാൻ ഏറ്റവും അഫോർഡബിൾ സാധനങ്ങളാണ് ഇന്നിവിടെ കാണിച്ചത്. ഐ ഹോപ്പ് ഞാൻ പറഞ്ഞ കഥ ഇച്ചിരി ലെങ്തി ആണെങ്കിലും അത് പറഞ്ഞ കാര്യങ്ങൾ അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളായിരുന്നു എന്നാണ് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. ആൻഡ് ഐ ഹോപ്പ് ഈ കാണിച്ച പ്രോഡക്ട്സും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി, പറഞ്ഞ കാര്യങ്ങളും അത്രയും ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുന്നു. ആൻഡ് ഒരു പ്രോഡക്റ്റ് കൂടെ ഞാൻ മേടിച്ചു. ഇറ്റ്സ് നോട്ട് പ്രോഡക്റ്റ് എന്നല്ല, ഞാൻ ജസ്റ്റ് എന്തോ ഒരു ഹാൻഡ് മിറർ. എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടതില്ല പിക്ചറാണ്. ഒരു ഷൂവിൽ ഫുൾ മേക്കപ്പ് സെറ്റിൻ്റെത് എല്ലാം പിന്നെ കുറേ തപ്പി നടക്കുമായിരുന്നു. ആൻഡ് എല്ലാം 100 above ആയിരുന്നു കേട്ടോ. ഇത് മാത്രം 40 rupees ആയിരുന്നു. സോ ഐ ജസ്റ്റ് പിക്ഡ് ഇറ്റ് അപ്പ്. പല പിക്ചേഴ്സ് ഉള്ളതുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ എടുത്തത്. ഭയങ്കര ക്വാളിറ്റി ഒന്നും ഇല്ല, ബട്ട് 40 rupees ഇറ്റ്സ് ഓക്കെ. Hey, see, that is that. So, നമുക്ക് സോ ഇതൊരു റെഡ് ഷെയ്ഡാണ്. ഞാൻ ഉദ്ദേശിച്ച ഷെയ്ഡല്ല. അതെനിക്ക് ഇച്ചിരി സങ്കടമുണ്ട്. ഞാൻ കുറച്ചുകൂടി ഒരു പ്ലമ്മിഷ് ഷെയ്ഡാണ് വിചാരിച്ചത്. ഓക്കെ, സ്മെൽ 20 രൂപ ആയതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഐ ഹോപ്പ് യു എൻജോയ്ഡ് വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് ഞാൻ ഈ പറഞ്ഞതുപോലത്തെ ടിപ്സും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയി എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ലോങ് ടേമിന് വേണ്ടിയിട്ടും എൻ്റെ യൂഷ്വൽ ഒരു ഇതിന് ഞാൻ എപ്പോഴും ഓർഗാനിക്കലി ചൂസ് ചെയ്യത്തുള്ളൂ. സോ ഐ വിൽ ഓൾവേസ് ചൂസ് either a tinted moisturizer or a tinted sunscreen or a BB cream. That's it. Okay, അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ വീഡിയോ. ഐ ഹോപ്പ് ഇതെല്ലാം യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോസായിട്ട് പിന്നെയും കാണാം. ഇതുപോലത്തെ പല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും വരാം. ഈ പറഞ്ഞ ടിപ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കുക. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ മേടിച്ച് നോക്കുക. ഓക്കെ, സോ നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം. ആൻഡ് കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. നിങ്ങളുടെ കമൻസും നിങ്ങളുടെ സപ്പോർട്ടുമാണ് എനിക്ക് ഓരോ ഇതിനും മുന്നോട്ട് പോകാനുള്ള എൻകറേജ്മെൻറ്റ് തരുന്നത്. സോ താങ്ക് യു.
താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ വീഡിയോ ഇത്രയും ദൂരം കണ്ടുവെങ്കിൽ അതിനൊരു ബിഗ് താങ്ക് യു ആൻഡ് ബിഗ് ഹഗ്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും മറ്റു വീഡിയോസായിട്ട് കാണാം. Till then.